ഹലോ ഗൈസ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലും ഇന്ന്. ഇപ്പോൾ ഞാൻ ഫേസിലൊന്നും ഇട്ടിട്ടില്ല. ആദ്യം തന്നെ നമുക്ക് മോയ്സ്ചറൈസിങ് തുടങ്ങാം. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 4-5 വർഷമായി തോന്നുന്നു. എന്തോ ഇതിനോടുള്ള ഒരു ഇതങ്ങ് മാറുന്നില്ല. എനിക്കിപ്പം ഭയങ്കര ഇഷ്ടമാണ് ഈ മോയ്സ്ചറൈസർ. ഇനി നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാസ്ലിൻ്റെ സൺസ്ക്രീനാണ്. കുഴപ്പമില്ല, ഇത് ഭയങ്കര ഓയിലിയാണ്. മുഖത്തിടുമ്പോൾ തന്നെ ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കും. അത് മാത്രമേ എനിക്ക് കുഴപ്പമുള്ളൂ. പിന്നെ തീർന്നിട്ട് ഞാൻ ഞെക്കിയെടുത്ത് ഇടുവാണിപ്പോൾ. ഇനിയിപ്പോൾ പൗഡർ, ഞാനിവിടെ യൂസ് ചെയ്യുന്ന പൗഡർ പോൺസിൻ്റെ സാൻഡൽവുഡാണ്. കുഴപ്പമില്ല, ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വെളുത്തിരിക്കുന്ന ലുക്കാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഫുള്ള് തൂത്ത് വരും. പിന്നെ എനിക്ക് ഓയിലി ആയിട്ടിരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പൗഡർ യൂസ് ആക്കുന്നത്. ഇനി കണ്ണെഴുതാം. ഇപ്പോഴും എല്ലാവരുടെ ഫേവറേറ്റ് ടാസ്കിൽ വെച്ചാണ് ഞാൻ കണ്ണെഴുതുന്നത്. പിന്നെ കണ്ണൊക്കെ എഴുതി. ഇനിയാണ് മെയിൻ താരം ലിപ്സ്റ്റിക്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഇതൊരു ലിപ് ലൈനറാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ലിപ് ലൈനറാണ്. ഇതിൻ്റെ ഇതേതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, 14 പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇപ്പം ഞാൻ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെയാണ്. ഈ ലിപ്സ്റ്റിക് എനിക്ക് ഈ ലിപ് ലൈനർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര ക്രീമി ടെക്സ്ചറാണ്. പിന്നെ ഞാൻ ലിപ് ലൈൻ ചെയ്യുമ്പോൾ അകത്തും കൂടെ കുറച്ച് വരയ്ക്കാറുണ്ട്. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇത് നമ്മുടെ മെയിനായിട്ടുള്ള ആൾ വന്നിരിക്കും ലിപ്സ്റ്റിക്. ഒരു ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ്. തീർന്ന് കോറസ്റ്റുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക്. ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ മുഖം ബ്രൈറ്റ് ആവണം നിങ്ങൾക്ക്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഞാൻ എൻ്റെ ചുണ്ടാൻ ഓൾറെഡി നല്ല പിഗ്മെൻറ്റഡ് ആണ്. പിഗ്മെൻറ്റഡ് ലിപ്സിന് പറ്റിയ ഒരു ഇതാണ് ഈ ലിപ്സ്റ്റിക്ക്. ഒരു എല്ലാ സ്കിൻ ടോണിനും ഈ ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ചേരും. ഇനിയിപ്പോൾ പൊട്ട് വെക്കാം. എല്ലാം കഴിഞ്ഞു. ഇനി പൊട്ട് മാത്രം മതി. കമ്മലിടാം നമുക്ക്. ഞാനൊരു സെറ്റായിട്ട് ഗോൾഡൻ ഇയറിങ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതിലുള്ളതാണിത്. എനിക്കാണ് ഗോൾഡൻ ഇയറിങ്സ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഗോൾഡൻ ഇയറിങ്സ് ഇടാം. കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുടി ശരിയാക്കാം. ഇപ്പം നല്ല കേളി ഹെയർ ആണ്. ഇപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നേക്കൊണ്ട് മുടി എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ ലാസ്റ്റ് ഒരു ക്ലിപ്പ് കാണിച്ചാൽ ഉണങ്ങി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണമെന്ന് മുടി. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഇതായിട്ടിരിക്കും. ഇങ്ങനെ ഇരിക്കേണ്ട മുടി. ബൈ ഗൈസ്.